സാർ ഒരു സംശയം. സാർ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന ആളാണ്. ഇപ്പോൾ സർവകലാശാല എന്ന് പറഞ്ഞാൽ സരസ്വതി ക്ഷേത്രം എന്നൊക്കെ നമ്മൾ സാഹിത്യ ഭാഷയിലൊക്കെ പറയും. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഒരു സർവകലാശാല ബോംബുണ്ടാക്കുകയും തീവ്രവാദികളെ പരിപോഷിക്കുകയും ജിഹാദികളെ മെഡിക്കൽ ടെററിസം വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഫരീദാബാദിൽ ഹരിയാനയിലെ അൽഫലാ യൂണിവേഴ്സിറ്റി. എന്തുകൊണ്ടാണ് ഒരു സർവകലാശാലയിൽ അതിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ ലാബറട്ടറിയിൽ ബോംബുണ്ടാക്കി എന്നാണ് പറയുന്നത്? ഡോക്ടർമാർ മുഴുവൻ സംഘം ചേർന്ന് മെഡിക്കോസ് ടെറർ ഒരു ജിഹാദി സർവകലാശാലയാണ്. അതങ്ങനെയാണ് അത്തരം സർവകലാശാല മെഡിക്കൽ ടെററിസം പ്രാക്ടീസ് ചെയ്യുന്നത്. നാക്കിൻ്റെ അക്രഡിറ്റേഷൻ ഇല്ല എന്ന് പറയുന്നു. അല്ല, അതിന് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇത് തുടങ്ങുമ്പോൾ തന്നെ എല്ലാ നിയമവും ലംഘിച്ചുകൊണ്ട് ആണ് തുടങ്ങിയിരിക്കുന്നത്. ഇതെപ്പോഴെന്ന് വെച്ചാൽ 2014 മെയ് 2-നാണ് ഹരിയാനയിലെ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാനുള്ള നിയമം വന്നു. 2014 ജൂലൈയിൽ ഈ യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരം കൊടുക്കുകയാണ് സർക്കാർ. നിയമം വന്ന് നോട്ടിഫിക്കേഷൻ ഇറങ്ങി എത്ര സമയം കഴിഞ്ഞ്? കഷ്ടി 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് സർവകലാശാല ഉണ്ടാക്കാൻ വേണ്ടി നിയമം കൊണ്ടുവന്ന പോലെ ഇവർക്ക് അത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊന്നുണ്ട്. അൽ ഫലഹ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് തുടങ്ങുന്നത്. അൽ ഫലഹ് ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ കമ്പനിയാണ്. അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. മലയാളി തിഹാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതെ, തിഹാർ ജയിലിൽ കിടന്നിട്ടൊക്കെ ഉള്ളൊരു മലയാളിയാണ്. അയാൾ ചാൻസലറാണ് യൂണിവേഴ്സിറ്റി. അദ്ദേഹമാണ് ചാൻസലർ സർവകലാശാലയുടെ. അദ്ദേഹമാണ്. ഈ ട്രസ്റ്റിന് രജിസ്ട്രേഷൻ കിട്ടുന്നത് 2020-ലാണ്. അത് ശരി. 2014 തുടങ്ങി. 2014 ട്രസ്റ്റ് ഉടമസ്ഥരായിട്ടും ഈ പറഞ്ഞ സിദ്ദിഖി അയാൾ ഇതിൻ്റെ ചാൻസലറായിട്ടും അയാൾ അതിൻ്റെ മുതലാളിയായിട്ടൊക്കെ തുടങ്ങി. പക്ഷേ ഇത് കിട്ടുന്നത് 2020-ലാണ്. പിന്നെ അത് നമ്മൾ നോക്കേണ്ടത്, രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു ട്രസ്റ്റിന് ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കണം. ഇനി ഈ യൂണിവേഴ്സിറ്റിക്കാണെങ്കിൽ ഉള്ള പാരമ്പര്യം എന്താണ്? 1997 അവരൊരു എൻജിനീയറിംഗ് കോളേജും തുടങ്ങി, ഒരു ഹോസ്പിറ്റലും തുടങ്ങി. 2014 എത്തുമ്പോൾ 7 കൊല്ലം. 7 കൊല്ലം കൊണ്ട് ഈ എൻജിനീയറിംഗ് കോളേജിനെ ഹോസ്പിറ്റലിനെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആക്കി. മെഡിക്കൽ കോളേജ് പോലുമല്ല, ഒരു ഹോസ്പിറ്റൽ. യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഹോസ്പിറ്റൽ അല്ല. അത് അന്ന് യൂണിവേഴ്സിറ്റി ഒന്നുമല്ലല്ലോ. അതെ, യൂണിവേഴ്സിറ്റി കീഴിൽ. അതിപ്പോൾ മെഡിക്കൽ കോളേജാക്കി, മെഡിക്കൽ യൂണിവേഴ്സിറ്റി. 2014 ഇവർ വരുന്ന സമയത്ത് ഇവർക്ക് യൂണിവേഴ്സിറ്റി ഇല്ല. ഇവരൊരു എൻജിനീയറിംഗ് കോളേജും തുടങ്ങി. ആ ട്രസ്റ്റ് ഒരു എൻജിനീയറിംഗ് കോളേജും തുടങ്ങി, ഒരു ഹോസ്പിറ്റലും തുടങ്ങി. ആ ഹോസ്പിറ്റലിനെ മെഡിക്കൽ കോളേജായും ആ എൻജിനീയറിംഗ് കോളേജിനെ യൂണിവേഴ്സിറ്റിയായും പ്രഖ്യാപിക്കുന്നതാണ്. ആ സമയത്ത് ആരാണ് ഭരിച്ചിരുന്നറിയാമോ? ഭൂപീന്ദർ സിംഗ് ഹൂഡ എന്ന് പറയുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി ഭരിച്ചിരുന്ന കാലത്താണ് ഇത് എല്ലാം ചെയ്തു കൊടുത്തത്. അത് ചെയ്തു കൊടുക്കുന്ന ആരുടെ നിർദ്ദേശപ്രകാരമാണ്? AP എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അഹമ്മദ് പട്ടേൽ, നമ്മുടെ K മുരളീധരൻ അലൂമിനിയം പട്ടേൽ എന്ന് പറഞ്ഞിരുന്ന അഹമ്മദ് പട്ടേലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് മുഴുവൻ ചെയ്തു കൊടുത്തിട്ടുള്ളത്. കോൺഗ്രസ് സ്പോൺസേഡ് ആയിരുന്നു അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി. കോൺഗ്രസ് സ്പോൺസേഡ് അല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക് ഗ്രൂപ്പിൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് കോൺഗ്രസ് സർക്കാർ. അന്നത്തെ ഒരു കോൺഗ്രസ് സർക്കാരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മൈനോറിറ്റി ഡൊമിനേറ്റഡ് ഗവൺമെൻറ് ആയിരുന്നു. ഏതാണ്ട് 10 ക്രിസ്ത്യൻ മന്ത്രിമാരുണ്ടായിരുന്നു, 10-15 മുസ്ലിം മന്ത്രിമാരുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയാണെങ്കിൽ സിഖുമാണ്. അല്ല, പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇപ്പോഴും യൂട്യൂബിലുണ്ടല്ലോ. രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശി മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ദേശീയ വികസന കൗൺസിൽ യോഗത്തിലാണ് പറഞ്ഞത്. ഫസ്റ്റ് ദേ മസ്റ്റ് ബി ദ ഫസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് അവർക്ക് കൊടുത്തിട്ടേ ബാക്കി ആർക്കും കൊടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്. ഈ യൂണിവേഴ്സിറ്റിക്ക് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വ്യാപകമായി ഫണ്ട് ലഭിക്കുന്നുണ്ട്. ആ ഫണ്ട് കൊണ്ടാണ് ഇവർ നടത്തുന്നത്. ഇതെങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു പുതിയ രീതി അനുസരിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വ്യക്തികൾക്കാണ് വരുന്നത് ഈ ഫണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒരു ബാങ്കുണ്ട്, ഫെഡറൽ ബാങ്ക്.
ഫെഡറൽ ബാങ്ക് 40,000 കോടി കളക്ട് ചെയ്തിരിക്കുന്നത് വ്യക്തികളുടെ പേരിലാണ്. പലിശ വാങ്ങിക്കുന്നില്ല അവരാരും. പലിശരഹിത ബാങ്കിങ് ആരുടെയാണ്? പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ വ്യക്തികളുടെ പേരിൽ വരുന്ന പണം, വ്യക്തികളുടെ ഇപ്പോൾ എൻ്റെ പേരിലൊരു 10 ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ ഞാനത് ഡിക്ലെയർ ചെയ്തിട്ട് ഇൻകം ടാക്സ് കൊടുത്താൽ പ്രശ്നം കഴിഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ ഫെഡറൽ ബാങ്ക് ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് അല്ലേ? അത് RBIയുടെ കീഴിലുള്ളതാണ്. അത് RBIയുടെ കീഴിലുള്ള ആ ബാങ്കിൽ RBIയുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് കിട്ടിയ ഒരു വിവരമാണ് ഞാനിപ്പോൾ പങ്കുവച്ചത്. എനിക്കല്ല വേറൊരാൾക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ 40,000 കോടി രൂപയുടെ ഇൻഡിവിജ്വൽ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഉണ്ട്. അതിന് അവർ കറണ്ട് അക്കൗണ്ടാണുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ പലിശ വേണ്ട എന്നുള്ള നിലക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം അവിടെയല്ല. ഈ വരുന്ന ഫണ്ട് ഉണ്ടല്ലോ, ഇപ്പോൾ എനിക്കൊരു 10 ലക്ഷം രൂപ കിട്ടി. 10 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ഡിക്ലെയർ ചെയ്യുക. ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 30% ഇൻകം ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ 7 ലക്ഷം രൂപ ലീഗലി വാലിഡായി. അപ്പോൾ ഇങ്ങനെ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഈ തുക പിന്നെ ഞാൻ പിൻവലിച്ചിട്ട് ഞാൻ ഈ തുക എന്ത് ചെയ്തു എന്ന് ആരും അന്വേഷിക്കുന്നില്ല. പക്ഷെ അതിന് അങ്ങനെ ആളുകൾ നിക്ഷേപിച്ചെങ്കിൽ ബാങ്കിനെ കുറ്റം പറയാൻ പറ്റുമോ? അല്ല, ബാങ്കിനെ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ബാങ്ക് ഇപ്പോൾ അത് നിർത്തിയത്? ഇവരിങ്ങനെ ഫണ്ട് എടുത്തിട്ട് ഈ ഫണ്ടാണ് ഇവിടെ ടെറർ ആക്ടിവിറ്റീസിന് വേണ്ടി ചാനലൈസ് ചെയ്ത് കൊടുക്കുന്നത് എന്ന അലിഗേഷനുണ്ട്. ഈ ഫണ്ടാണ് ചാനലൈസ് ചെയ്ത് കൊടുക്കുന്നതെന്ന് ഗുരുതരമായ ഒരു ആരോപണമുണ്ട്. അവസാനം റിസർവ് ബാങ്ക് ഇടപെട്ട് ഫെഡറൽ ബാങ്ക് അത് നിർത്തി. അത് പിന്നെ അവരുടെ കാര്യം നമുക്കറിയേണ്ട കാര്യമില്ല. ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഫണ്ട് കിട്ടിക്കൊണ്ടിരുന്ന് ആ ഫണ്ട് എടുത്തിട്ടാണ് ഇവരൊരു ബിസിനസ് ഓടിക്കുക. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് നൽകി അൽ ഫലഹ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഈ സർവകലാശാല ആരംഭിച്ചല്ലോ, അപ്പോൾ സ്വകാര്യ സർവകലാശാല കേരളത്തിലും തുടങ്ങാം എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. പക്ഷേ അത് UGCക്ക് ഇതിനകത്തൊരു മേൽനോട്ടമില്ലേ? വൈസ് ചാൻസലർ. പിന്നെ UGCക്ക് മേൽനോട്ടം. UGCക്ക് അതിനകത്ത് ചാൻസലർ നിശ്ചയിക്കാൻ അധികാരമില്ല. വൈസ് ചാൻസലർ വൈസ് ചാൻസലർ അവരാണ്. UGC നോംസ് ഒബ്സർവ് ചെയ്താൽ മതി. വ്യവസ്ഥകൾ, ചട്ടങ്ങൾ പാലിക്കുന്നുണ്ട്. ചട്ടങ്ങൾ പാലിച്ചാൽ മതി. അത് ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടാകും അവർ. പക്ഷേ ഇവരിത് തുടങ്ങിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യാപകമായ രീതിയിൽ ഇന്ത്യക്കാരെ വിഷം കൊടുത്ത് കൊല്ലുന്നതിന് വേണ്ടിയും മറ്റുമുള്ള ബോംബ് വെച്ച് കൊല്ലുന്നതിന് സർവകലാശാലകളുടെ മേൽ UGCക്കോ കേന്ദ്ര സർക്കാരിനോ എന്തെങ്കിലും നിയന്ത്രണം കൊണ്ടുവരാൻ? അല്ല, അവർ ഇപ്പോൾ UGCയും കേന്ദ്ര സർക്കാരും പറഞ്ഞ UGC ഇവർ വ്യാജമായിട്ട് ഇത് ക്ലെയിം ചെയ്തെന്നാണ് പറയണത്. അക്രഡിറ്റേഷൻ ഇല്ല. അന്നത് വ്യാജമായിട്ടല്ല. അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അക്രഡിറ്റേഷൻ കൊടുത്തു കാണും. കാരണം അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയുന്നവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഈ നാക്ക് അക്രഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമാണെന്നൊക്കെ കരുതരുത്. അങ്ങനെയൊന്നും ഇല്ല അതിനകത്ത്. അത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതിന്. കാരണം ഒരു സെറ്റ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സിലെല്ലാത്തിനും കൂടി കിട്ടുന്ന പോയിൻ്റാണ്. അല്ലാണ്ട് ഒരു അക്കാഡമിക് എക്സലൻസിന് വേണ്ടി മാത്രം കൊടുക്കുന്നതല്ല അത്. അത് ശരി. ആ വ്യവസ്ഥകൾ പാലിച്ചാൽ മതി. ആ വ്യവസ്ഥ ഇപ്പോൾ എത്ര റിസർച്ച് പേപ്പർ വന്ന്, എത്ര പേര് PhD ഉണ്ട്, എത്ര പേര് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇതെല്ലാത്തിനും ഒരു രേഖ ഉണ്ടാക്കി വെച്ചാൽ മതി. ഡോക്യുമെൻറ്റേഷൻ മതി. അത് ആക്ച്വൽ ആണോ എന്നുള്ള കാര്യം അന്വേഷിക്കുകയില്ല. അത് നമുക്ക് നാക്ക് അക്രഡിറ്റേഷന് പോകുന്നവർക്ക് ഇത് പരിശോധിക്കാം എന്നല്ലാതെ അവരവിടെ പോയിട്ട് അന്വേഷിക്കാനും പറ്റില്ല. അന്വേഷിക്കാൻ പോകുന്നവരെ വേണ്ട വിധത്തിൽ കണ്ടാലും മതി. ഇല്ല, അന്വേഷിക്കാൻ പോകാൻ ഇവർക്ക് വ്യവസ്ഥയില്ല. അങ്ങനെയുണ്ടല്ലേ? ഇവരെങ്ങനെ പോകും? ആകെ 3 ദിവസമാണ് മാക്സിമം നാക്ക് അക്രഡിറ്റേഷൻ. ഞാൻ പോയിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. നാക്ക് അക്രഡിറ്റേഷൻ 3 ദിവസമാണ്. നമ്മളവിടെ ചെല്ലുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം കയറി ഇറങ്ങി അരമണിക്കൂർ വെച്ച് കൊടുത്തു ഓരോ സ്ഥലത്തും ചെന്ന് നമ്മളിത് പരിശോധിച്ച് അത് 3 മെമ്പർമാരുണ്ട്. ആ 3 മെമ്പർമാരും ഇത് ചെയ്തിട്ടാണ് പരിശോധിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് 2.5 ദിവസം ആകുമ്പോഴേക്കും തീർത്ത് ബാക്കി 1/2 ദിവസം കൊണ്ട് റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്ത് കൊടുക്കണം. ആ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്ത് കൊടുത്തിട്ട് ഇവർ പോരെയാണ്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് പ്രകാരമുള്ള പോയിൻ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അക്രഡിറ്റേഷനുമായി B കിട്ടി, A കിട്ടി, A+ കിട്ടി, +++ ഒക്കെ കിട്ടും. പക്ഷെ അങ്ങനെ +++ ഒക്കെ കിട്ടുന്ന സ്ഥാപനങ്ങൾ ഒരു അക്കാദമിക് എക്സലൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ തന്നെ എടുത്തുള്ള സ്ഥാപനങ്ങൾ നോക്കിക്കോ. ഇവിടെ തന്നെ ഉള്ള സ്ഥാപനങ്ങളും നോക്കിക്കോ. എക്കത്തിന് A++++ എല്ലാ അത് ഗ്രേഡിംഗ് ആണ്. ആ രീതിയിലുള്ള ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഗ്രേഡ് ഉണ്ട് എന്ന് ഇവർ അവകാശപ്പെട്ടു. ഇപ്പോൾ അവർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്.
ഇതിങ്ങനെ പറ്റില്ല എന്ന്. നോട്ടീസ് കൊടുത്തു, ED അന്വേഷണം ആരംഭിച്ചു. ED അന്വേഷണം. പിന്നെ AIC എന്ന് മറ്റേ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, AIU, ആ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇവരുടെ അഫിലിയേഷൻ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ UGCക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കണം. പക്ഷെ നമ്മളിതിൽ കാണേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ അടക്കമുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇസ്ലാമിക മതസംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. അതെ, അതാണ് ആശങ്ക വല്ലാതെയാണ്. ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ ഡോക്ടർമാരുടെ അടുത്ത് നമ്മളെങ്ങനെ പോകും എന്ന് ചോദിക്കുന്നവരുണ്ട്. അതെ, കാരണം ഡോക്ടർ വിഷം കുത്തിവെച്ചാൽ എന്ത് ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, MBBS എടുത്ത് വന്ന് ഷവർമ്മ കച്ചവടം നടത്തുന്ന ഒരു ഡോക്ടർ, അതാണല്ലോ. അതെ, അവൻ്റെ പ്രധാനപ്പെട്ട പണി എന്ന് വെച്ചാൽ ആവണക്കെണ്ണയിൽ നിന്ന് റൈസിൻ എന്ന് പറയുന്ന വിഷം ഉണ്ടാക്കിയിട്ട് ആ വിഷം കുത്തിവെച്ചും ആ വിഷം കിണറ്റിൽ കലക്കി പഴങ്ങളിൽ കുത്തിവെക്കുക. ഇങ്ങനെ ഇവനെയൊക്കെ എന്ന് വെച്ചാൽ വെടിവെച്ച് കൊല്ലുക എന്നല്ലാതെ വേറെ മാർഗമില്ല. കാരണം ഈ റൈസിനേക്കാൾ വിഷജീവിയാണ് അവൻ. തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കാറ്റടിച്ചാൽ നമ്മൾ ചത്തുപോകും. അത്ര വിഷജീവികളായിട്ടുള്ളവർക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. അതിനെതിരെ ഒരു വാക്ക് പോലും ആരും പറയുന്നില്ല. അതെ അതെ, ഈ വസ്തുതകൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുകയാണെന്ന് പറയും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിനെതിരെ ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന പാണക്കാട് തങ്ങൾ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്തെങ്കിലും പറയണ്ടേ? കഴിഞ്ഞ ദിവസം സാർ ഇത് ചോദിച്ചു, എന്നിട്ടും മറുപടിയില്ല. ഒരു മറുപടിയില്ല. നമ്മുടെ ആ വീഡിയോ കണ്ട് 1 ലക്ഷം പേര് കണ്ടു. 1 ലക്ഷം പേര് കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഖ്യയാണ്. കാരണം ഇവരെന്തെങ്കിലും പറയണ്ടേ? ഒന്നും പറയുന്നില്ല. ഇവർ ഇതിങ്ങനെ വിട്ടുകളയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പേടിയാണ്. അവർക്ക് പേടിയാണ്. ഏതായാലും ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇഷ്ടം പോലെ അല്ല, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ അക്കാദമികമായി മാത്രം നിരീക്ഷിച്ചാൽ പോരാ, ബാക്കി കാര്യങ്ങൾ കൂടി ഗൗരവപൂർവ്വം ഇപ്പോൾ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു വ്യവസ്ഥ ഉണ്ടാകണം. അത് അക്കാദമിക് ഫ്രീഡത്തെ കൈവെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടെങ്കിലേ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഉള്ളു. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഉണ്ടെങ്കിലേ പാർലമെൻ്റ് ഉള്ളു, എക്സിക്യൂട്ടീവ് ഉള്ളു, ജുഡീഷ്യറിയും ഉള്ളു, പ്രസ്സും ഉള്ളു. അപ്പോൾ ഈ ഇന്ത്യ നിലനിൽക്കുക എന്നത് പരമപ്രധാനമായ കാര്യമാണ്. ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ടും ഇന്ത്യയെ ഹനിച്ചുകൊണ്ടും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയാനുള്ള അധികാരം ഒരു ജുഡീഷ്യറിക്കും ഇല്ല. അപ്പോൾ ജുഡീഷ്യറി അടക്കമുള്ളവർ ഇതിനെ വളരെ ഗൗരവത്തിൽ കാണേണ്ടിയിരിക്കുന്നു. അതെ അതെ. ഏതായാലും കഴിഞ്ഞ ദിവസം ഒരു IS കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി വന്നു. സുപ്രീം കോടതി പറഞ്ഞു, നിലവിലുള്ള സാഹചര്യത്തിൽ ജാമ്യം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിലവിലുള്ള സാഹചര്യം എന്താണെന്ന് കോടതി പറഞ്ഞില്ല. കോടതിക്ക് മനസ്സിലായി. അല്ല, ഇത് ഞാൻ ചോദിക്കണേ, ഇന്ത്യ ഇല്ലെങ്കിൽ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഉണ്ടാ? ഈ രാജ്യം ഉണ്ടായിട്ടല്ലേ? അതെ. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം നിലനിൽക്കുന്നതുകൊണ്ടല്ലേ ഇന്ത്യൻ ഭരണഘടന വന്നത്. ആ ഇന്ത്യൻ ഭരണഘടന ഉള്ളത് കൊണ്ടല്ലേ ജുഡീഷ്യറിയും സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ ഉണ്ടായത്. അതില്ലെങ്കിൽ പിന്നെ ഇവരെന്ത് ചെയ്യും? ഞങ്ങളെന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? അതെ, നമുക്ക് ജീവിക്കണ്ടേ? അതെ.